വളരെ നന്നായിരുന്നു കേട്ടോ. താങ്ക്സ്. എന്താ പേര്? വിജയലക്ഷ്മി. നല്ല പേര്. തനിക്ക് കണ്ണിന് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ ഇത്ര ക്ലോസ് ആയി നോക്കണ എന്താ? അപ്പൊ തനിക്ക് കണ്ണ് കാണാവോ? അസലായിട്ട് കണ്ണ് കാണാം. ബ്ലൂ ബനിയൻ, ക്രീം ഷർട്ട്, നീല ജീൻസ്, വളിച്ച മുഖം. കള്ളി എടി കള്ളി. ഷെടാ, ഇയാളിത് എവിടുത്തുകാരനാ? കണ്ണ് കാണുന്നവരെല്ലാരും കള്ളന്മാരാണോ? തനിക്ക് കണ്ണ് കാണാലോ, താനും കള്ളനാണോ? എനിക്ക് കണ്ണ് കാണാം, പക്ഷേ നിന്നെ പോലെ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞ് ഞാൻ നാട്ടുകാരെ ഒന്നും പഠിച്ചിട്ടില്ല. തന്നോട് ഞാൻ പറഞ്ഞോ എനിക്ക് കണ്ണ് കാണില്ലെന്ന്? പറഞ്ഞോ? പറയൂ, പറഞ്ഞോ? അത് പിന്നെ ഞാൻ അച്ഛനെ കാപ്പി ഇങ്ങെടുത്തേ. എടോ, ഈ കുട്ടിക്കല്ല കുഴപ്പം, ഇതിന്റെ ആംഗ്ലമാർക്കാ കണ്ണ് കാണാത്തത്. അതൊക്കെ അനൗൺസ്മെന്റ് പറഞ്ഞതല്ലേ, കേട്ടില്ലേ? കേട്ടല്ലോ. ഇനി എന്റെ മുൻ ചെല്ലേ. കാലത്തെ ഓരോന്ന് വരും, ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാൻ. എടി എടി എടി, എവിടെയാ വീട്? കാലത്ത് എത്ര മണിക്ക് എഴുന്നേക്കും? നീ അധികം വിളയണ്ട കേട്ടാ. നീയൊക്കെ ഇപ്പൊ ഇവിടെ കിടന്ന് അവ്വ അവ്വ എന്ന് അലറി വിളിച്ച് പാട്ടില്ലേ? അതാടെന്നറിയോ? ഈ കോപ്പി റൈറ്റ് എന്ന് കേട്ടിരുന്നോ? ഒരു കേസ് കൊടുത്താണ്ടല്ലോ നിന്നെ നിന്റെ പരട്ട ചേട്ടന്മാരെ പോലീസുകാർ തൂക്കിയെടുത്തുണ്ടു. ചേട്ടാ ആരാത്? ആരാ മോളെ അത്? ഏതോ വലിയ ആളാ, കോപ്പിറൈറ്റിന്ന് വരിക അത്ര. ആണോ? ഹലോ, ഞാൻ അജയൻ. ചന്ദ്രഹാസൻ. ഹലോ, ഞാൻ വിജയൻ. ഹലോ വിജയ. ചേട്ടാ കിട്ടിയാ? കിട്ടി, തുടങ്ങാം. നീ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കേട്ടോ അല്ലടാ? നീ ഞങ്ങളുടെ പൊന്നോമന പെങ്ങളോട് അനാവശ്യം പറയുമല്ലോ. നെഞ്ചെന്താ പലകോലിരിക്കണത്? നല്ല പഴമാങ്ങ പോലെ ഇരിക്കുന്നത്. ശരിയാണ്. പഴമാങ്ങയല്ല, ഇതാരാ? ഞാൻ പങ്കജാക്ഷൻ, അവന്റെ കൂട്ടുകാരനാ. ഇപ്പൊ എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ഒരുമിച്ചാ ചെയ്യുന്നത്. അവന്റെ കൂടെ വേറൊരുത്തരും കൂടി ഉള്ളായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ലട്ടാ. ഹലോ 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 ഹലോ. ചേട്ടാ, കിട്ടിയാ? കിട്ടി. അയ്യോ അയ്യോ, ചന്ദ്രു ചന്ദ്രു ചന്ദ്രു, നീ എവിടെ? വിട്ടേക്കടാ. അതിന് ഓന്മാർ എന്നെ വിടണ്ടേ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? ശരി, നിന്നെ രക്ഷിക്കാൻ വന്ന് എന്നെ ഇട്ടു. അയ്യോ, പങ്കനോട് കളിക്കണ്ട. കളിച്ചാ നീ എന്ത് ചെയ്യണം? അവനെ വിടാനാ പറഞ്ഞത്. അവനാണ് മഹാപെശക. എടാ പങ്ക, നീ കരാട്ടെ അടിക്കണ. അയ്യോ, ഞാൻ കരാട്ടെ ആടി കള്ളം പറയുന്നത്. കള്ളം പറയണം. പങ്ക, നീ കത്തി എടുക്ക്. ഏത് കത്തി? എന്റെ കത്തിയില്ല, ഒരു മണ്ണാൻ കട്ട്. പങ്ക, നിന്റെ കുംഫു ഈ ഇവനെ രക്ഷിക്കാനും വേണ്ട. ഇവൻ എന്റെ കൂട്ടുകാരനല്ല. കൂട്ടുകാരനല്ലേ? അല്ല. അപ്പൊ നീ നേരത്തെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞതാ? അത് ഞാൻ കള്ളം പറഞ്ഞതാ. പിന്നെ ഈ പിടിയും കൂടെ വിടാൻ പറ. വിജി, ഓ ഏട്ടാ. രണ്ടാമത്തെ ഓടിയത്. അതേട്ടാ. അപ്പൊ ആദ്യത്തെ ഇവിടെ ഉണ്ടല്ലേ? ഓ, അതിന് ഇനി ഒന്നും ചെയ്യണ്ട. ഇത്തിരിക്കില്ലാത്തൊരു പയ്യനാ. എന്ന് വെച്ച് വെറുതെ വിടാൻ പാടില്ല, നുളയിലെ മുള്ളിക്കളയണം. എന്തോന്ന്? തെറ്റിയാ? അല്ല, മുളയിലെ നുള്ളി. മതി മതി മതി. അല്ല ഏട്ടാ, മുളയിലെ നുള്ളണോ അല്ലെ നുള്ളയിലെ മുള്ളണോ? നമുക്ക് അങ്ങോട്ട് മാറിയിരുന്ന് മുള്ളാടാ. ഒന്നുമില്ല. ഒന്നുമില്ല, നടാ. എന്താ മോളെ? എന്താണെന്നാ ചോദിച്ചത്? ആദ്യത്തവന് കിട്ടിയത് പോരാൻ തോന്നുന്നു. വിജയ. ചേട്ടാ, അടിച്ച് പൊളിക്കണം. നിന്നെ അടുത്തോളാടി. അയാൾ ഇവിടെ ഇല്ല, ഓടി. നേരത്തെ പറയണ്ടേ? എന്താ ഇവിടെ പറഞ്ഞതാട്ടാ? ഇതൊരുമാതിരി നാണം കെട്ട ഏർപ്പാടായിപ്പോയി. രണ്ടു കുരുടന്മാരുടെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ട് നീ ഓടുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഓർക്കാൻ കൂടി നീ അത് ഓർക്കണ്ട. നിനക്കും കിട്ടിയല്ലോ നല്ലോണം, അത് ഓർത്താ മതി. ഇതിങ്ങനെ വിട്ടാ നമ്മുടെ അരി മുട്ടുന്നുള്ള കാര്യം 3.5 തരാം. നമുക്ക് വഴിയുണ്ടാക്കാം. എന്ത് വഴി? എടാ, നമ്മുടെ ബസ് സ്റ്റാൻഡ്, നമ്മുടെ ആൾക്കാര്, നമ്മുടെ കവിത, നമ്മുടെ കാശ്, ഇപ്പൊ എല്ലാം അവരുടേതാ. പോരാത്തതിന് ചക്കച്ചുള പോലത്തെ ഒരു പെണ്ണും. ഇനി നമ്മൾ ആര് മൈൻഡ് ചെയ്യാൻ? നമ്മളെ മൈൻഡ് ചെയ്യും, അല്ലേ ചെയ്യിക്കും. എങ്ങനെ? അവര് പാടട്ടെ. പാടട്ടെ. പാടി തീരുമ്പോ കാണിച്ചുതരാം. അതെ സുഹൃത്തുക്കളെ, അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. നിങ്ങൾക്ക് വിവേകമുള്ളവരാകണ്ടേ, വിജ്ഞാനമുള്ളവരാകണ്ടേ.
ബുദ്ധിയുള്ളവരാകണ്ടേ, വിവരമുള്ളവരാകണ്ടേ. അറിവിന്റെ മായാ ലോകത്തിലേക്കുള്ള 1001 വാതിലുകൾ, 1001 കുറുക്ക് വഴികൾ വെറും 15 രൂപയ്ക്ക്. ടെക്നിക് ഉണ്ടെന്നാ പറഞ്ഞേ? 1001 ടെക്നിക്സ്. മാറൂ. പറടാ, എത്ര ടെക്നിക് ഉണ്ടെന്നാ പറഞ്ഞേ? എടാ, 1001 പോയിട്ട് വെറും ഒരു ടെക്നിക്ക് അറിയാവടാ എനക്ക്? തട്ടിപ്പാ, വെറും തട്ടിപ്പ്. നിങ്ങളാരും ഇതിൽ വീഴരുതെന്നാണ് ഞാനീ പറയുന്നത്. ഇതിലും ഭേദം പോയി പിച്ചെടുക്കണം. അതിലും അന്തസ്സുണ്ട്. പുതിയ നമ്പരുമായിട്ട് പുതിയ കച്ചവടക്കാരനാണെന്ന് തോന്നുന്നു. മിണ്ടാതിരിടാ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നീ പോയി 2 പൊട്ടിക്കും. ഇത് എന്റെ അച്ഛനാ. അതുകൊണ്ടാ പറഞ്ഞ നിന്റെ അച്ഛനാണെന്ന്. അവനെന്താ പറഞ്ഞേ? അച്ഛനാണെന്ന്. ഓ, സന്തോഷം. സ്വന്തം തന്തയെ തിരിച്ചറിയെങ്കിലും ചെയ്തല്ലോ, വളരെ സന്തോഷം. എടോ, എനിക്കറിയാമോ, ലക്ഷക്കണക്കിന് രൂപ വിറ്റുവരവുള്ള നല്ല ഒന്നാം തരം ഒരു സോപ്പ് കമ്പനി, കോടിക്കണക്കിന് രൂപയുടെ കൺസ്ട്രക്ഷൻ വർക്ക്സ് വേറെ, ഇതെല്ലാം നോക്കി നടത്തേണ്ട എൻ്റെ ഒരേ ഒരു മകനാ ഇത്. എന്നിട്ട് എൻ്റെ മോൻ ചെയ്യുന്ന ബിസിനസ് കണ്ടില്ലേ? 1001 ടെക്നിക്ക്. എന്തിനാ? എന്നെ തോപ്പിക്കാൻ. അതായത് അവന്റെ തന്തയെ തോപ്പിക്കാൻ. തോക്കുകയല്ല മോനെ, പക്ഷേ തോറ്റുപോയ ഒരാൾ ഉണ്ട് എൻ്റെ വീട്ടിൽ, നിന്റെ അമ്മ. നീ പോന്നതിൽ പിന്നെ അവിടെ കണ്ണീര് തോർന്നിട്ടില്ല, മനസ്സിലായോ? എനിക്ക് അച്ഛനെ തോപ്പിക്കണ്ട. അച്ഛന്റെ സ്വത്തും പണവും ഒന്നും എനിക്ക് വേണ്ട. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശല്യപ്പെടുത്താൻ വരാതിരുന്നാ മതി. എന്താ 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 നീ പറഞ്ഞേ? ഞാൻ നിനക്ക് ഒരു ശല്യമാണ്? അതെ, ശല്യം തന്നെയാണ്. അച്ഛൻ എനിക്കിപ്പോ ഒരു ശല്യമാണ്. നീ ആരാ? കൂട്ടുകാരൻ. കൂട്ടുകാരനായിരുന്നു. എന്നാ പറഞ്ഞു കൊടുക്കടാ കൂട്ടുകാരാ. എന്താ പറയേണ്ടത്? പറഞ്ഞു മനസ്സിലായ കൊടുറാ. എന്താ മനസ്സിലാക്കേണ്ടത്? കുടുംബം 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 പറഞ്ഞോട്. അതെ. അച്ഛനും അമ്മയും പറഞ്ഞോട്. അതെ. വേറെ? അതെ. നീ വരുവാടാ, എൻ്റെ അടുത്ത് നീ വരും. എൻ്റെ കാൽക്കൽ വീണ് നീ കരയും. കുറിച്ചു വെച്ചു. ദേവയ്ക്കലെ നമ്പ്യാരാ പറയുന്നേ. അമ്മേ, അച്ഛൻ വന്നു. അവനെ കണ്ടോ? കണ്ടു. എൻ്റെ മോനിപ്പം വലിയ നിലയില, ബസ് സ്റ്റാൻഡിൽ പൊത്താൻ വെക്കുന്നു. 1001 ടെക്നിക്സ്, കവിതാ സമാഹാരം. കൊട്ടത്ത് ഞാൻ കരണക്കുറ്റിക്ക് വരണം. അല്ലല്ലോ, അവന്റെ കാര്യം പറയുമ്പോൾ നിനക്ക് വലിയ ദണ്ണമാണല്ലോ. എടി എടി എടി, അവന്റെ ഭാഗമല്ലാതെ എന്റെ ഭാഗം ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ വീട്ടില്? കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്. നീ ഒറ്റ ഒരുത്തേടെ മനസ്സിലാക്കിയത് എന്താ നോക്കി പഠിപ്പിക്കുന്നേ? അവന്റെ എണ്ണത്തല്ല, നിന്റെ എണ്ണത്തെ ആദ്യം പൊട്ടിക്കേണ്ടത്. പൊട്ടിക്കും ഞാൻ. പൊട്ടിച്ചോ? അച്ഛാ, ഒരു കപ്പ് പൊട്ടി. പൊട്ടട്ടെ. പക്ഷെ ഒരു കാര്യം നീ കുറിച്ച് വെച്ചു. അവനവിടെ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും, നീ ഇവിടെ എന്തൊക്കെ പൊട്ടിച്ചാലും ഞാൻ തോക്കുകയല്ല. അവനെ ഞാനിവിടെ വരുത്തും. എന്റെ ഈ കാലി വീഴ്ത്തും. എടി, അവന്റെ 1001 ടെക്നിക്ക് ആണെങ്കിൽ എന്റെ ഉണ്ടടി 10,000 ടെക്നിക്ക്. അച്ഛാ, നിർത്തിക്കോ. അമ്മ 10,000 രൂപയുടെ ഡിന്നർ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയും വേണ്ടിയാ അതും പൊട്ടും. നമസ്കാരം സാർ. സാർ, ഞാൻ കിറ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് വരികയാണ്. എല്ലാവിധ ടൂൾ കിറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് സാർ കിറ്റ് ഇന്ത്യ കമ്പനി. ഈ വീട്ടിലെ എന്ത് സാധനം കേടായാലും അഴിച്ചു നന്നാക്കാനുള്ള ടൂൾസ് ഈ കിറ്റിലുണ്ട് സാർ. സാർ മൗനവ്രതത്തിലോ മറ്റോ ആണോ? തന്റെ ഈ കണാപ്പ് കിറ്റിന് എന്ത് വില വരും? വെറും 500 രൂപ. എന്നാ എന്റെ ഈ മൗനത്തിന് 10,000 രൂപയുടെ വിലയുണ്ട്. അങ്ങനെയല്ല സാർ, ഇതുകൊണ്ട് കേടായ എന്തും അഴിച്ചു നന്നാക്കാം സാർ. താൻ എന്ത് നന്നാക്കൂ? എന്തും നന്നാക്കും സാർ. എന്നാ ഈ വീട്ടിൽ സാധനം ഉണ്ട്. എന്താ സാർ പറയ്. എന്റെ മോൻ. തലതിരിഞ്ഞ എന്റെ മോൻ. പറ്റുമോ? ഇതെന്താണെന്ന് കാല് അല്ലേ? എന്തിനാണെന്ന് മനസ്സിലായോ? നടക്കാനല്ലേ? എന്റെ മകന് സൗകര്യപൂർവ്വം വന്ന് പിടിച്ച് മാപ്പ് പറഞ്ഞ് കരയാൻ. അതിനു വേണ്ടിയാണോ വർഷങ്ങളായിട്ട് ഞാൻ ഈ കാലം കൊണ്ട് നടക്കുന്നത്?